സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി അനൂപ് ജേക്കബിന്റെ പ്രതികരണത്തിനായി പ്രതീക്ഷിക്കുകയാണ്. ഏത് സമയവും അദ്ദേഹം ഇക്കാര്യത്തിൽ എന്ത് തുടർ നടപടികളായിരിക്കും സർക്കാർ സ്വീകരിക്കുക എന്നത് അനൂപ് ജേക്കബ് അല്പസമയത്തിനകം നമ്മളോട് പ്രതികരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. മറ്റു വാർത്തകളിലേക്ക്. തെക്കൻ കേരളത്തിൽ കുടിവെള്ളത്തിനായി ജനം നട്ടോട്ടം. നമ്മൾ ഈ കുടിവെള്ളക്ഷാമത്തിന്റെ വാർത്തയിലേക്ക് പോകുന്നതിന് മുമ്പായി ഇപ്പോൾ അനൂപ് ജേക്കബ് നമ്മളോടൊപ്പം ചേരുന്നു. തിരുവനന്തപുരം കരിക്കകം നിവാസികൾ കുടിവെള്ളം കിട്ടാതെ കഷ്ടപ്പെടുന്നു. ഇവിടെ 50 വർഷം പഴക്കമുള്ള ജലസംഭരണി പൊളിഞ്ഞു വീഴാറായ നിലയിലാണ്. പരിസ്ഥിതി മലിനീകരണവും അനിയന്ത്രിത നിർമ്മാണവും ജലവിധാനം താഴ്ത്തുന്നു. 50 വർഷം പഴക്കമുള്ള വാട്ടർ ടാങ്കാണിത്. പൊട്ടിപ്പൊളിഞ്ഞ് തകർന്നു വീഴാതായ അവസ്ഥയിലായതിനാൽ ടാങ്കിൽ വെള്ളം ശേഖരിക്കുന്നത് വല്ലപ്പോഴുമായി. കുടിവെള്ള ക്ഷാമത്തിന് ഏറ്റവും വലിയ പ്രധാന കാരണം വർഷങ്ങളായിട്ട് ജനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഈ വാട്ടർ ടാങ്ക് വർഷങ്ങളായിട്ട് ഒരു പൊട്ടിപ്പൊളിഞ്ഞ അവസ്ഥയിലാണ്. ഇതിന്റെ പ്രധാന കാരണം അതായത് ഇവിടുത്തെ കുടിവെള്ളത്തിന്റെ പ്രധാന കാരണം നിലവിൽ വെള്ളം സ്റ്റോറേജ് ചെയ്ത് പമ്പ് ചെയ്യുന്നില്ല. അത് തന്നെയാണ് മെയിനായിട്ടുള്ള കാരണം. പാർവതി കുട്ടനാടിന്റെ കരയിൽ സ്ഥിതി ചെയ്യുന്ന ഇവിടെ പരിസ്ഥിതി മലിനീകരണവും അനിയന്ത്രിതമായ നിർമ്മാണ പ്രവർത്തനങ്ങളും ജലവിധാനം താഴാനും കാരണമായി. അതോടെ കിണറുകളിലും വെള്ളമില്ല. വെള്ളം കിട്ടണമെങ്കിൽ ഭയങ്കര ദുരിതമായിട്ടുള്ള ഒരു അവസ്ഥയാണ്. നമുക്ക് വെള്ളം ഇല്ലാത്തത്. വെള്ളം മനുഷ്യന് ആവശ്യമുള്ള ഒരു ഇതാണ്. അത് കിട്ടാനേ ഇല്ല. രാത്രികാലങ്ങൾ ഉറക്കമൊഴിഞ്ഞൊക്കെയാണ് ഇതിൽ വെള്ളം വരുമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മളിരിക്കുന്നത്. അങ്ങനെ ഉറക്കമില്ല. പുതിയ വാട്ടർ ടാങ്ക് സ്ഥാപിക്കണമെന്ന് പലതവണ ആവശ്യപ്പെട്ടിട്ടും ജല അതോറിറ്റി വേണ്ട നടപടികൾ എടുക്കുന്നില്ലെന്ന് പരാതി വ്യാപകമാണ്. വാട്ടർ ടാങ്കിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കാൻ വേണ്ടി കഴിഞ്ഞ 3.5 വർഷത്തിന് മുമ്പ് തന്നെ പുതിയ പ്രപ്പോസൽ ഗവൺമെന്റിലേക്ക് കൊടുത്തിരുന്നു, വാട്ടർ അതോറിറ്റിക്ക് കൊടുത്തിരുന്നു. പക്ഷെ അതിന്റെ ഫണ്ടിങ് മുഴുവൻ നഗരസഭ വേണ്ടി ചെയ്തു. ഡിപ്പോസിറ്റ് വർക്കിൽപ്പെടുത്തി ഈ കാര്യങ്ങൾ ചെയ്യാൻ നഗരസഭ തയ്യാറാണ്. പക്ഷെ വാട്ടർ അതോറിറ്റിയുടെ ഈ കാര്യക്ഷമത ഇല്ലായ്മ, ഈ കെടുകാര്യസ്ഥതയും നിഷ്ക്രിയത്വവും ആണ് ഈ ടാങ്ക് യാഥാർത്ഥ്യമാകുന്നതിന് തടസ്സമായിട്ട് നിൽക്കുന്നത്. മനോരമ ന്യൂസ്, തിരുവനന്തപുരം. അതേസമയം കരിക്കകത്തിന് തൊട്ടടുത്ത ചാക്കയിൽ വേനലിനെ അവിടുത്തെ പ്രദേശവാസികൾ പേടിക്കുന്നില്ല. കാരണം കഴിഞ്ഞ 7 വർഷമായി ജല അതോറിറ്റി ദിവസം മുടങ്ങാതെ വെള്ളം നൽകുന്നുണ്ട്. പക്ഷേ ചാക്കാക്കാലത്തിനടിയിലെ പൊട്ടിയ പൈപ്പിൽ കൂടിയാണെന്ന് മാത്രം. കത്തുന്ന വേനലിലും വറ്റാതെ ഒഴുകുകയാണ് ഈ നീരുറവ. പക്ഷെ ഒരു വ്യത്യാസമുണ്ട്. ഈ നീരുറവ ഉത്ഭവിക്കുന്നത് പാറക്കെട്ടുകൾക്കിടയിൽ നിന്നല്ല, വാട്ടർ അതോറിറ്റിയുടെ പൊട്ടിയ പൈപ്പിൽ നിന്നാണ്. വാട്ടർ അതോറിറ്റിയുടെ പൊട്ടിയ പൈപ്പിൽ കൂടി വരുന്ന വെള്ളം ഇപ്പോൾ പാർവതി കുട്ടനാടിന്റെ പോഷക നദി പോലെയായി. ആറിന്റെ ഒഴുക്ക് നിലച്ചെങ്കിലും ഈ വെള്ളത്തിൽ മനസ്സറിഞ്ഞു കുളിക്കാം. 7 വർഷമായി വാട്ടർ അതോറിറ്റി ഇതുപോലെ നാട്ടുകാർക്ക് വെള്ളം നൽകാൻ തുടങ്ങിയിട്ട്. പൈപ്പ് പൊട്ടലിന്റെ സ്ഥാനം കണ്ടുപിടിക്കാൻ പലപ്പോഴായി പലരും വന്നെങ്കിലും എല്ലാവരും തോറ്റു പിന്മാറും. ഒരുപാട് പേര് ഒന്ന് നോക്കി, ചൈനക്കാരൻ വരെ ഒന്ന്, ദൂരപ്പുള്ളിക്കാരൻ വന്ന് ഒരുപാട് പേര് ഈ ലൈനൊക്കെ തോണ്ടി ഈ ഇവിടുത്തെ ഈ ലൈൻ ഈ പാലത്തിന്റെ ശേഷം ആ കലിങ്ങ് പൊളിച്ച് നോക്കിയിട്ടും ഇത് കണ്ടുപിടിക്കാൻ പറ്റില്ല. സമീപവാസികൾ മാത്രമല്ല ഈ ജലസ്രോതസ്സിനെ ആശ്രയിച്ചു കഴിയുന്നത്. എവിടെ വെള്ളമില്ലെങ്കിലും ഇവിടെ വെള്ളം ഉണ്ടാകുമെന്ന് നാട്ടുകാരുടെ ഉറപ്പ്. രാവിലെ ഒരുപാട് പേര് ആൾക്കാർ ഇഷ്ടം പോലെ പിന്നിക്കാതെ എല്ലാവരും വന്നു. എല്ലാ നാട്ടുകാരെല്ലാം ഇവിടെ 8 വർഷം കൊണ്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. നല്ല സമയം നോക്കി. അപ്പോൾ അതുകൊണ്ട് വെള്ളം പോകുന്നില്ല. വെള്ളം നിൽക്കുന്ന എവിടെയാണ് വെള്ളം നിൽക്കുന്നില്ല. രോഗം വരുമെന്ന ആശങ്കകളില്ലാതെ ഈ വെള്ളം ധൈര്യമായി കുടിക്കാനും എടുക്കാം. മനുഷ്യരുടെ ആവശ്യം കഴിഞ്ഞ് കടുത്ത വേനലിൽ ഇവരും വെള്ളത്തിനായി ആശ്രയിക്കുന്നത് ഇവിടെ തന്നെ. ക്യാമറമാൻ കനൽലാലിനൊപ്പം നിധി എൽസാ ഫ്രാൻസിസ്, മനോരമ ന്യൂസ്. മറ്റു വാർത്തകളിലേക്ക്. അരുവിക്കര